ഹലോ ഹായ്. അതായത് നമ്മളൊക്കെ പരീക്ഷ എഴുതിയവരാണ്, എഴുതാൻ പോകുന്നവരാണ്, എഴുതി കഴിഞ്ഞവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ. ആ പരീക്ഷാ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? 2 മണിക്കൂർ. നമുക്ക് എന്ത് വേണമെങ്കിൽ ആ സമയത്ത് എന്തും ചെയ്യാം. അപ്പൊ ചോദിക്കൊന്നുമില്ല ആര്, നീ എന്താണ്, നമുക്ക് വേണം ക്വസ്റ്റ്യൻ അതേമാതിരി എഴുതാം. ചില ആളുകൾ എന്താവും ആൻസർ എഴുതും, ചില ആളുകൾ ടീച്ചറെ വട്ടക്കണ്ണട എഴുതും, ചിത്രം വെച്ച്. അതൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ്. അവിടെ സമയം എന്താവാണ്, കഴിഞ്ഞു പോകണം. എന്നമായി നമ്മളെ ഭൂമിയിലേക്ക് പടച്ച തമ്പുരാൻ നമ്മൾ പറഞ്ഞയച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടും ജീവിക്കുക, അനുസരിക്കാതും ജീവിക്കുക. പക്ഷെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കോപ്പി അടിക്കാനായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അത് നമ്മളൊരു കാർ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു കാറ്റലോഗ് ഉണ്ടാവും. ആ കാറ്റലോഗ് പ്രകാരം നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞാൽ എന്തായി, വണ്ടിക്ക് എപ്പോഴും നല്ലതാണ്, നമ്മളെ വണ്ടി ഓട്ടുന്ന ആൾക്കും നല്ലതാണ്. കാറ്റലോഗ് പ്രകാരം അല്ലാതെ വണ്ടിയെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായി, വണ്ടിക്കും കേടാണ്, നമുക്കും കേടാണ്. എന്നമായി ജീവിതത്തിൽ നമുക്ക് ഈ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കാൻ നമുക്ക് കാറ്റലോഗ് ആയിട്ട്, നമുക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഡ്വൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞയച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ. ഈ റസൂൽ നമ്മൾ ഫോളോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എന്താവും, നമ്മൾ ഉയരങ്ങളിലെത്തുള്ളൂ. കാരണം റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലെ ഭൂമിയെ പടക്കപ്പെടുന്നത് തന്നെ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ്. അത് എന്താണ്? അപ്പൊ ഒരാളിനോട് ചോദിച്ചു, അപ്പൊ അള്ളാഹു എന്താ കാരുണ്യവാനല്ലേ അങ്ങനെ പറയണേ? അതിന്റെ യാഥാർത്ഥ്യം എന്താ? എല്ലാ മനുഷ്യരിലും അള്ളാഹുവിന്റെ റസൂലുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളെന്ന ഞാനെന്ന ആ അഹന്ത, അല്ലെങ്കിൽ ആ വികാരം, ഞാനാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ എന്നുള്ള ചിന്താഗതി അവിടെ മാഞ്ഞു പോകുമ്പോൾ എന്താവും, അവിടെ റസൂലുള്ളാഹിന്റെ നൂറ് വളർന്നു. അതിനാണ് ആ റസൂലുള്ളാഹിന്റെ നൂറ് അവിടെ വന്നു കഴിഞ്ഞാൽ അവനക്ക് തന്നെ അവിടെ അനുഭവം വന്നിടും. ഇതെല്ലാം എൻ്റെ റസൂലിലേക്കുള്ള വഴികളാണ് തിരിച്ചറിയും. റസൂലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഭൂമിയെ പടക്കപ്പെട്ടതെന്ന് തിരിച്ചറിയും. ചുരുക്കം പറയച്ച ഇവിടെ അള്ളാഹ് മാത്രമേ, അള്ളാഹുത്താല ഓരോ മനുഷ്യര് പ്രവർത്തിച്ചു കൊണ്ടേ നിൽക്കണം. നമുക്ക് നമ്മളെ റബ്ബിനോടുള്ള പ്രണയത്തെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് എങ്ങനെ പ്രണയിക്കണം, എങ്ങനെ ജീവിതം നമ്മളെ ആനന്ദത്തിലായിത്തീരണം, എപ്പോഴും സന്തോഷകരമായ ജീവിതം ഉണ്ടായിത്തീരണമെങ്കിൽ എന്താവണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം ഉണ്ടായിത്തീരണം. അപ്പോൾ ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും ജീവിതം മുന്നോട്ട് നല്ല സന്തോഷകരമായ ജീവിതം ഉണ്ടായിത്തീരാനും എന്നും നന്മകൾ നേരും. ഓർക്കുക, ചിന്തിക്കുക. ഓക്കെ, ബൈ.